നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കേന്ദ്രീകൃത കൊട്ടിക്കലാശം വിലക്കി പോലീസ്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിലാണ് പോലീസ് തീരുമാനം വ്യക്തമാക്കിയത്. തിരൂർ നഗരത്തിലെത്തി വൻ ആഘോഷ പരിപാടികളോടെ പ്രചാരണം അവസാനിപ്പിക്കുന്നതാണ് പോലീസ് തടഞ്ഞിരിക്കുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് 6-നാണ് പരസ്യപ്രചാരണം അവസാനിക്കുക. ഇതിന്റെ ഭാഗമായി നഗരത്തിൽ തമ്പടിക്കരുതെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാന സ്ഥലങ്ങളിൽ മുൻകൂട്ടി അനുവദിച്ചൊരു വാഹനത്തിന് മാത്രം അനൌൺസ്മെന്റ് നടത്താമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. തിരൂർ പോലീസ് സ്റ്റേഷനിൽ നടന്ന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കന്മാരാണ് പങ്കെടുത്തത്. SHO അനിൽകുമാർ മേപ്പള്ളി തീരുമാനങ്ങൾ വിശദീകരിച്ചു. ഒറീസ, കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് വന്ന കേന്ദ്രസേനയും ഉണ്ടായിരിക്കുമെന്ന് തിരൂർ പോലീസ് അറിയിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ വെട്ടം ആലിക്കോയ, കീഴടത്തിൽ ഇബ്രാഹിം ഹാജി, A ഗോപാലകൃഷ്ണൻ, T ഷാജി, മനോജ് പാറശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. കൊട്ടിക്കലാശം സംഘർഷത്തിലേക്ക് വഴിമാറാതിരിക്കാനാണ് പോലീസ് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിനും കൊട്ടിക്കലാശം അനുവദിച്ചിരുന്നില്ല. അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. തിരൂരിൽ കനത്ത മത്സരമായതിനാൽ പോലീസ് കനത്ത സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇതിന്റെ മുന്നോടിയായി തിരൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ റൂട്ട് മാർച്ച് നടത്തിയിരുന്നു. രാഷ്ട്രീയ സംഘർഷ സാഹചര്യങ്ങൾ നിലവിലില്ലാത്തതിനാൽ ഇത്തവണ തിരൂർ സ്റ്റേഷൻ പരിധിയിൽ പ്രശ്നസാധ്യതാ ബൂത്തുകളില്ല. നിയമസഭാ മണ്ഡലത്തിലെ വെട്ടം, തലക്കാട് പഞ്ചായത്തുകളും തിരൂർ നഗരസഭയും തിരുനാവായ പഞ്ചായത്ത് ഭാഗികമായും തിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. എഡിറ്റർ ലൈവ്, തിരൂർ. ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, കാർഗോ, ലോജിസ്റ്റിക്സ്, ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് വേൾഡ് വൈഡ് ടോപ്പ് 10 ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ. അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9388221922. ട്രാവൽ ആൻഡ് ടൂറിസം, ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള 3-year ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.